ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റവയും നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചിരകിയ തേങ്ങ ഒരു 1/2 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. പശുവും പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി പശുവും പാൽ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇനി ഒരു 2 ഏലക്ക ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് റവയാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്തിട്ടുള്ള റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് റവ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നെയ്യ് ചേർക്കണം. നെയ്യ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി. ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഓയിൽ തന്നെ എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റവയുടെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗവും ഒരേ ലെവലിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ നേന്ത്രപ്പഴം ഒന്ന് വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഏതെങ്കിലും നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പഴം വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു തവ നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ലിഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോള് നല്ല പോലെ ഒന്ന് അടച്ചിട്ട് ഇതുപോലെ ആവി പോകാത്ത രീതിയിലൊന്ന് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറിയ തീയിലാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഇനി അത് നമ്മൾ ആ ഒരു തവയിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ കരിയാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ ഒന്നങ്ങോട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.